ഈ തവണത്തെ ശ്രീകൃഷ്ണ ജയന്തി ഭയങ്കര സ്പെഷ്യലായിരുന്നു. നമ്മൾ ആദ്യമായിട്ട് വീട്ടിൽ നിന്ന് ഉരിയൊക്കെ ഉണ്ടാക്കി നമ്മുടെ ഏരിയയിൽ അമ്പലത്തിൽ കൊണ്ടുപോയി അടുപ്പിച്ചു. നമ്മുടെ ഉരി ഉണ്ടാക്കുന്നതിൻ്റെ ഫുള്ള് ബ്രെയിന് സാവൻ. ഇവനുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ. സോ നമ്മൾ നേരെ വന്ന് അവനെയും പിക്ക് ചെയ്ത് അവന് കട്ടർ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ ആ കട്ടറും എടുത്ത് നമ്മൾ നേരെ വന്ന് ഷാറോനെ പിക്ക് ചെയ്യാനാണ്. ഷാറോനെ പിക്ക് ചെയ്ത് നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ കൊച്ചുണ്ണിയുടെ കമ്പോളത്തിലോട്ടാണ്. ഇതാണ് ഞങ്ങളുടെ നാട്, കായംകുളം. നല്ല നാടാണ്, നല്ല ആൾക്കാരാണ്. നമ്മൾ വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. നമ്മൾ ആദ്യമേ വാങ്ങിക്കുന്നത് ചണയാണ്. ഒരു 2 കിലോ ചണയാണ് നമ്മൾ വാങ്ങിച്ചത്. ചേട്ടാ 2 കിലോ ചണയുടെ പൈസ എന്തായിരുന്നു? 250. പിന്നെ വേണ്ടത് കമ്പി. ചേട്ടാ അത്രയും വേണ്ട, അത്രയും മതി. ആ ഗ്യാപ്പിൽ ഞങ്ങൾക്കിനി വേണ്ടത് പിച്ചാത്തിയാണ്. അപ്പോൾ ഷാറൊന്നല്ല അതിൻ്റെ പ്രൈസ് എടുക്കാൻ പോയതാണ്. മയിൽപ്പീലിയുടെ 1 കിലോയുടെ പ്രൈസ് പറയാം കേട്ടോ. അതിൻ്റെ ഒക്കെ ഷാൻ്റെ ആശൻ പിച്ചാത്തി മുറിയുവോ വളയുവോ ഇതൊക്കെ നോക്കിയാണ് പിച്ചാത്തി സെലക്ട് ചെയ്യുന്നത്. 4000 രൂപ മയിൽപ്പീലി. ഇത് ഇവരുടെ വാങ്ങിച്ച കമ്പി ആ കടയെ മറന്ന് വെച്ചിട്ട് വരിക. നമ്മുടെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വീട്ടിൽ വന്ന് ഇനിയാണ് ഉരി ഉണ്ടാക്കുന്നതിൻ്റെ മെയിൻ സാധനം മുള തപ്പിയാണ് നമ്മൾ ഇറങ്ങുന്നത്. നമ്മുടെ നാട്ടിൽ എവിടെ മുളയുണ്ട് ഒരു ഐഡിയയില്ല. അങ്ങനെ ഷാറും പറഞ്ഞ് കണ്ണൻ്റെ വീട്ടിലുള്ളത്. അങ്ങനെ നേരെ കണ്ണൻ്റെ വീട്ടിലെത്തിയപ്പോഴോ അവിടെ മുള പോയിട്ട് മുളയുടെ പൂട പോലും ഇല്ല. പിന്നെ ഇവളെയും കളിപ്പിച്ച് കുറച്ച് നേരം അവിടെ നിന്ന് എന്നിട്ട് നേരെ ബിച്ചുവിൻ്റെ വീട്ടിൽ പോയി. ബിച്ചുവിൻ്റെ വീട്ടിൽ മുളയുണ്ട്, അവരെ കല്യാണം ആവേണ്ട അവർ ഇതെല്ലാം വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ മുള തപ്പി ഇറങ്ങുമായിരുന്നു. ഇതാണ് അമ്പൂൻ്റെ വീട്. അമ്പൂൻ്റെ എൻഗേജ്മെൻ്റ് ആണ് ഈ ശ്രീകൃഷ്ണ ജയന്തിയുടെ അന്ന്. സോ അവിടെ വരണം. അങ്ങനെ ഞങ്ങൾ മുള തപ്പിക്കൊണ്ടാണ്. ഇതാണ് അമ്പു. വീട്ടിൽ മുള കണ്ടുപിടിച്ച് ഞങ്ങൾ ഇനി അവിടെ പോയി സംസാരിക്കണം. അതിനാണ് നമ്മുടെ കൺവിൻസിങ് സ്റ്റാർ ഉള്ളത്. ഷാറും പോയി നൈസായിട്ട് അവിടെ സംസാരിച്ച് അവിടുത്തെ അപ്പൂപ്പനെയും കറക്കി കയ്യിലെടുത്ത് അപ്പൂ നമുക്ക് മുള തരാമെന്ന് പറഞ്ഞു. ഇനി നമ്മൾ മുള വെട്ടാൻ പോവാണ്. അങ്ങനെ നമ്മുടെ ആശാൻ ഏത് മുള വേണം എല്ലാം നോക്കി ഡിസൈഡ് ചെയ്ത് സത്യം പറഞ്ഞ അപ്പവും പറഞ്ഞ് മോനെ ആ ചരിഞ്ഞ് കിടക്കുന്ന മുള നിങ്ങൾ വെട്ടിക്കോ. അതുകൊണ്ട് ഞങ്ങൾ ആ മുള അങ്ങ് വെട്ടുമായിരുന്നു. പിന്നെ ഞങ്ങളുടെ വെട്ടോത്തേക്ക് നല്ല മൂർച്ചയായതുകൊണ്ട് പെട്ടെന്ന് വെട്ടാൻ പറ്റി. അധികം സമയമൊന്നും എടുത്തില്ല. എങ്ങനെയൊക്കെയോ ഞങ്ങളത് വെട്ടി എങ്ങനെയൊക്കെയോ ബൈക്കിൽ വെച്ച് വീട്ടിൽ കൊണ്ടുവന്നു. പിന്നെ നമ്മൾ മുള കറക്റ്റ് അളവെടുത്ത് മുറിക്കലാണ് പണി. പിന്നെ നമ്മൾ കറക്റ്റ് റിങ് ഉണ്ടാക്കുന്ന രീതിയിൽ മുള വെട്ടിയെടുക്കണം. നമ്മളുണ്ടാക്കുന്ന ഓരോ റിങ്ങിനും നമ്മൾ നമ്പർ ഇടണം. ഇല്ലെങ്കിൽ നമുക്ക് പിന്നീട് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. ഉരി കെട്ടി തുടങ്ങുമ്പോൾ ഉണ്ടാക്കുന്ന ഓരോ റിങ്ങിനും നമ്പർ ഇടാൻ തുടങ്ങി. കാരണം ഇന്ന് നമ്മളെ കൊണ്ട് പറ്റുന്ന അത്രയും നമ്മൾ ഉണ്ടാക്കുക എന്നുള്ള ടാർഗറ്റാണ് നമ്മളുള്ളത്. അങ്ങനെ വല്ലപ്പോഴും കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ. ഞങ്ങൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പണിയെടുത്ത് അങ്ങനെ ഏകദേശം ഞങ്ങൾ കുറച്ച് റിങ്ങൊക്കെ ഉണ്ടാക്കി. ഇത് ഞങ്ങളുടെ അവസാനത്തെ റിങ്ങോട് ഉണ്ടാക്കി വൈൻഡപ്പ് ചെയ്യുവാണ്. സോ നെക്സ്റ്റ് ഡേ 11-ാം തീയതി രാവിലെ ജിമ്മിലൊക്കെ പോയി ഒരു 12 മണി 12:30 പിന്നെ ഞാൻ സാവനെ പിക്ക് ചെയ്യാൻ പോയി. നേരെ സാവനെയും പിക്ക് ചെയ്ത് ഇന്ന് നമുക്ക് പുതിയൊരു ഗസ്റ്റ് ഉണ്ട്. ഇതാണ് പൂച്ച. ഇവനെ ഞാൻ തിരുവോണത്തിൻ്റെ അന്ന് വീടിൻ്റെ അവിടെ കൊണ്ടുവിട്ടതാണ്. ഇപ്പം വരാമെന്ന് പറഞ്ഞ് പോയവനാണ്. ഇവന് 1 ആഴ്ച കഴിഞ്ഞിട്ടാണ് വരുന്നത്. എവിടെ ആയിരുന്നു എന്തായിരുന്നു പണി ഒരു ഐഡിയ ഇല്ല. നമ്മുടെ പണികളൊക്കെ ഏകദേശം തീരാറായി കേട്ടോ. നമ്മൾ ആ റിങ്ങുകളെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് നാളെ തൊട്ട് നമ്മൾ ഉരി കെട്ടി തുടങ്ങും. നമുക്ക് അതിന് വേണ്ടി ടാസ്ക് ഉണ്ട്. ഈ ചണ കറക്റ്റായിട്ട് അയച്ച് കെട്ടി വെക്കണം. ഇത് കുരിയും കഴിഞ്ഞാൽ ഇതുപോലെ ഇരുന്ന് അയക്കേണ്ടി വരും. നമ്മൾ എങ്ങനെയൊക്കെയോ അതെല്ലാം അയച്ച് ഏകദേശം നമ്മളൊരു കമ്പി ഇതെല്ലാം ചുറ്റി വെച്ച് നാളെ നമ്മുടെ പണി ഈസി ആക്കാൻ വേണ്ടി. സോ നെക്സ്റ്റ് ഡേ മോർണിംഗ് ഈ പുട്ടുകുറ്റി ശ്രദ്ധിച്ച് നോക്കി എനിക്ക് ഒരു കാര്യം മനസ്സിലായ ഒരു കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇന്ന് ഭയങ്കര എക്സൈറ്റിംഗ് ഡേ ആണ്. രാവിലെ തന്നെ ഞാൻ സാവനെയും പിക്ക് ചെയ്ത് നമുക്ക് കലം വാങ്ങിക്കാനുണ്ടായിരുന്നു ഉറിയുടെ താരം വെക്കാനുള്ള. എന്നെ ഭംഗിയെ നോക്കി ഈ ഉറി കാണാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഉറി. നമ്മളങ്ങനെ നമുക്ക് വേണ്ട കലങ്ങളൊക്കെ സെലക്ട് ചെയ്ത് കുറച്ച് നമുക്ക് സീക്വൻസും കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. നമ്മൾ അതെല്ലാം വാങ്ങിച്ച് പടയേന്ന് വീട്ടിലെത്തി. നിങ്ങൾ ഈ ബബിള് ശ്രദ്ധിച്ചോ, എന്നാൽ ഭംഗിയെ നോക്കിയത് വരുന്ന കാണാൻ.
നമ്മൾ ഉറി കെട്ടാനുള്ള പരിപാടികൾ തുടങ്ങി. എനിക്ക് ഈ ഉറി കെട്ടുന്നതിന് വലിയ നോളജൊന്നുമില്ല കേട്ടോ. എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. നമ്മൾ ആദ്യം ഉറി കെട്ടുമ്പം ഫസ്റ്റായിട്ട് നോക്കേണ്ടത് ഈ ആദ്യത്തെ റിങ് വെക്കുമ്പോഴാണ്. ഈ ആദ്യത്തെ റിങ് പ്രോപ്പർ അല്ലെങ്കിൽ ആ ഉരി മൊത്തത്തിൽ ഫ്ലോപ്പായി പോകും. ചില ഉരികൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ ചരിഞ്ഞു പോകും. കറക്റ്റ് ലെവല് വരണമെങ്കിൽ ആദ്യത്തെ റിങ് പ്രോപ്പർ ആയിരിക്കണം. ആദ്യത്തെ റിങ് ഇട്ടിട്ട് 4 പേര് 4 സൈഡിൽ പോയിട്ട് കറക്റ്റായിട്ട് നോക്കും, കറക്റ്റ് ചരിവുണ്ടോ, നേരെയാണോ ഇരിക്കുന്നത്, ഇതെല്ലാം നോക്കി ഓക്കെ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അടുത്ത റിങ്ങുകൾ കയറ്റുന്നത്. അങ്ങനെ നമ്മൾ പയ്യെ ഓരോരോ റിങ്ങുകൾ കയറ്റി. നമുക്ക് ആകെ ഒറ്റ റിങ് മാത്രമേ ഉള്ളൂ അയച്ച് മാറ്റേണ്ടി വന്നത്. ബാക്കി എല്ലാം പ്രോപ്പറായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഉറി മൊത്തം റിങ് ഇട്ട് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മളിത് വരിയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂക്കളൊക്കെ കറക്റ്റായിട്ട് ഇരിക്കണമെങ്കിൽ നമ്മൾ ഉറി നന്നായിട്ട് വരിയണം. ആ ഗ്യാപ്പിൽ അവർ നമ്മുടെ കലമൊക്കെ സീക്വൻസ് ഇട്ട് സെറ്റ് ചെയ്ത്. വെളുപ്പിനെ 4 മണി നമ്മൾ പൂവൊക്കെ കളക്ട് ചെയ്തിട്ട് വന്നിട്ട് അതിൻ്റെ പരിപാടിയിലാണ്. നമ്മൾ ജമന്തി പൂ വെക്കാമെന്നുള്ള പ്ലാനിലായിരുന്നു ആദ്യമേ. പിന്നെ നമ്മളിങ്ങനെ ഡിസ്കഷനൊക്കെ കഴിഞ്ഞപ്പം കൃഷ്ണൻ്റെ ഫേവറേറ്റ് ആണ് തുളസി. അങ്ങനെ തുളസി മതിയെന്ന് കൺഫേം ചെയ്ത്. എന്നിട്ട് ലാസ്റ്റ് മൂമെൻ്റാണ് നമ്മൾ റോസാപ്പൂ അതിൻ്റെ താരെ ബോർഡറായിട്ട് കൊടുക്കാമെന്ന് ആലോചിക്കുന്നത്. അത് മനസ്സിൽ കണ്ടപ്പോൾ തന്നെ നല്ല ഭംഗിയായിരിക്കുമെന്ന് തോന്നിയായിരുന്നു. നിങ്ങൾക്ക് ഈ ഉറി എന്താണെന്ന് ഗസ്റ്റ് അടിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഏത് ഡിസൈനിലാണ് ഞങ്ങൾ ഈ ഉറി പ്ലാൻ ചെയ്തേക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് അടിക്കാൻ മറക്കല്ല. ഇന്നത്തെ ചന്ദനം കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഞാൻ രാവിലെ എണീക്കുമ്പം അമ്മ ഉണ്ണിയപ്പം ഉണ്ടാക്കും. അച്ഛൻ ഇന്നലെ രാത്രി തന്നെ എത്തിയായിരുന്നു. അച്ഛൻ കോയിനുമായിട്ടൊക്കെ വന്നത്. അച്ഛൻ ഇങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിരുന്ന കോയിൻ ഉറിക്കകത്തിടാൻ വേണ്ടിയാണ് വന്നത്. നമ്മൾ രാവിലെ ഏവൂര് പോയി സാവൻ്റെ വീട്ടിൽ. ഇത് അവനുണ്ടാക്കി ഉര കേട്ടോ. അവൻ നമ്മുടെ വീട്ടിൽ ഉര ഉണ്ടാക്കിയായിരുന്നു, അവൻ്റെ വീട്ടിൽ ഉര ഉണ്ടാക്കിയായിരുന്നു. എന്നിട്ട് ഞങ്ങൾ ഏവൂര് അമ്പലത്തിൽ പോയി. അവിടെ ഉരി കണ്ടപ്പോൾ എൻ്റെ ദൈവമേ ഇങ്ങനെയൊക്കെ ഉരികളുണ്ടോ എന്ന് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എന്നിട്ട് നമ്മൾ നേരെ എരുവേല അമ്പലത്തിൽ വന്ന് സാവൻ്റെ ഉരയൊക്കെ അടിക്കാൻ ടൈമായപ്പോൾ ഞങ്ങൾ പിന്നെയും പടയുന്ന ഏവൂരോട്ട് പോയി. അവിടുത്തെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം വേറെ ലെവലാണ്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഞങ്ങളുടെ അമ്പലത്തിലെ ഘോഷയാത്ര പോകുന്നതുകൊണ്ടാണ് അവർ ഉരിയടിക്കാൻ പോകുന്നത്. എന്നാൽ ഭംഗിയാണെന്നറിയാവോ, ഫുള്ള് കഥകളി തീമിലാണ് അവിടുത്തെ കൃഷ്ണന്മാർ ഒരുങ്ങിയിരിക്കുന്നത്. നല്ല ഭംഗിയായിരുന്നു കേട്ടോ അവരൊക്കെ കാണാൻ. അങ്ങനെ എൻ്റെ ഫ്രണ്ടിൻ്റെ എൻഗേജ്മെൻറ്റൊക്കെ പോയി സദ്യയൊക്കെ കഴിച്ച് നേരെ ഞങ്ങൾ അമ്പലത്തിൽ പോയി ഉറി കെട്ടി. ആ താഴെ പാലും നടുക്കമ്മ ഉണ്ടാക്കി ഉണ്ണിയപ്പോൾ മേളിൽ കോയിനുമാണ് നമ്മൾ ഇട്ടേക്കുന്നത്. ഞാൻ ഏവൂര് പോയ ഫോട്ടോസൊക്കെ അച്ഛനും അമ്മയൊക്കെ കാണിച്ചപ്പോൾ അമ്മയ്ക്ക് ഏവൂര് പോയേ പറ്റും. അങ്ങനെ ഞാൻ അമ്മയായിട്ട് ഏവൂര് ചെന്നപ്പം ആ ഘോഷയാത്രയിലൊക്കെ അമ്പലത്തിലോട്ട് വന്നു ചേർന്ന ടൈമായിരുന്നു. നല്ല രസമായിരുന്നു. രാത്രിയായപ്പോൾ ഫുള്ള് ലൈറ്റിംഗ് ഒക്കെ ചെയ്ത് കാണാൻ. നമുക്കധികം ടൈമില്ല, നമുക്ക് തിരിച്ച് അമ്പലത്തിൽ പോകണം നമ്മുടെ ഉറി അടിക്കാൻ. നമ്മൾ ഉറിയടിക്കുന്ന വീഡിയോ എനിക്ക് ആകെ കുറച്ച് പോർഷൻ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ഞാനിങ്ങനെ ഐ വാസ് ജസ്റ്റ് റെക്കോർഡിങ് ആൻഡ് ഐ വാസ് ജസ്റ്റ് എൻജോയിങ് ദ മൂമെൻറ്റ്. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഞാൻ റെക്കോർഡിങ് ഓൺ ആക്കിയിട്ടില്ല. പിന്നെ എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ റീസൺ, സോ ലെറ്റ് ഇറ്റ് ബി ലൈക്ക് ദാറ്റ്.
ഇനി നല്ല നല്ല വീഡിയോസുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. സോ ഇനി നല്ലൊരു വീഡിയോയിൽ നമ്മൾ കാണുന്നതായിരിക്കും. പിന്നെ എൻ്റെ ഫ്രണ്ട് നമ്മൾ ഉള്ളിലടിക്കുന്നതിൻ്റെ കുറച്ച് വീഡിയോസ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അതെന്താണെങ്കിലും ഞാൻ അവസാനം ആഡ് ചെയ്യുന്നതായിരിക്കും.